എന്തായാലും പ്രീതി ഗാന്ധിയെ പോലെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ഓഡിയൻസ് പാകിസ്ഥാനിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? CJP സ്ഥാപകൻ അഭിജിത് ദേവ്കയുടെ ഭൂതകാലം പരിശോധിക്കുമ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. ഇദ്ദേഹം മുൻപ് ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ചിരുന്ന ആളാണ്. അവരുടെ സോഷ്യൽ മീഡിയ കൺവീനറൊക്കെ ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു ആരോപണം ഇദ്ദേഹത്തിനെതിരെയുണ്ട്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് പാകിസ്ഥാൻ അനുകൂല നറേറ്റീവുകൾ പ്രചരിപ്പിച്ചുവെന്നും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ആരോപിച്ച് ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി അഥവാ LRO ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ISI ഏജന്റാണ് ദീപ്ക എന്ന ആരോപണം വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമാണ്. എന്തുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു അക്കൗണ്ടിന് വേണ്ടി ഇത്രയധികം വിദേശ പ്രൊഫൈലുകൾ ആവേശഭരിതരാകുന്നത്? ഇത് ബോട്ട് അക്കൗണ്ടുകളാണോ, അതോ ബോധപൂർവം ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാനായി വിദേശ ശക്തികൾ സ്പോൺസർ ചെയ്ത ഒരു മൂവ്മെന്റ് ആണോ? അതായത് നമ്മൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ കണ്ടതാണ് US-ന്റെ കൈകൾ കൊണ്ട് യുവാക്കളെ ഇളക്കിക്കൊണ്ട് രാജ്യത്തിനെതിരെ ഒരു തരംഗം സൃഷ്ടിക്കുക എന്നത്. എന്തായാലും കാര്യങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒതുങ്ങുന്നില്ല. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വ്യാഴാഴ്ച CJPയുടെ ഔദ്യോഗിക X അതായത് ട്വിറ്റർ ഹാൻഡിൽ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ദേശീയ സുരക്ഷ മുൻനിർത്തി ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ IB നൽകിയ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. വെറുമൊരു തമാശ പാർട്ടി ആണെങ്കിൽ എന്തിനു വേണ്ടിയാണ് IB ഇടപെടുന്നത്? എന്താണ് ഈ അക്കൗണ്ടിന്റെ ആഴങ്ങളിൽ ഇവർ കണ്ടെത്തിയത്? ഇപ്പോൾ തുടങ്ങും ഇത് സംഘികളുടെ പരിപാടിയാണ്, ഇത് BJPയുടെ പരിപാടിയാണ്. എന്നാൽ രാജ്യസുരക്ഷ എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല.